മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ യുഎസുമായി ധാരണയിലെത്തിയത് ഏറ്റവും മികച്ച വ്യാപാര കരാറിലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഏറ്റവും ശക്തമായ ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസുമായുള്ള വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാർ രാജ്യ താൽപര്യങ്ങൾ അവഗണിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന. 30 ലക്ഷം കോടി ഡോളറിന്റെ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ശക്തിയാണ് അമേരിക്കയെന്നും മന്ത്രി പറഞ്ഞു. അവരുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് ആരും പിന്നോട്ടു പോകില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും നല്ലതു മാത്രമാണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ സ്വന്തം കുടുംബത്തിനുള്ളിൽ പോലും ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടാകുമെന്നും യുഎസുമായുള്ളതും അത്തരത്തിലൊന്നാണ്. ഇത് സ്വാഭാവികമാണ്. യുഎസും ഇന്ത്യയുമായി വളരെ ശക്തമായ ബന്ധമാണുള്ളത്. ഇന്ത്യയുമായി മത്സരിക്കുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച കരാറാണ് നമുക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇന്ത്യ യുഎസ് വ്യാപാര കരാർ മാർച്ചിൽ ഒപ്പിടാൻ കഴിഞ്ഞേക്കില്ല. യുഎസ് സുപ്രീം കോടതി ട്രംപിന്റെ പകര തീരുവ റദ്ദാക്കിയതോടെ കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ ഇരു രാജ്യങ്ങളും ഒരുങ്ങുകയാണ്. കോടതി വിധിയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളും നിലച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ യുഎസ് എന്തു നിലപാട് സ്വീകരിക്കുമെന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അതിനുശേഷമായിരിക്കും കരാറിൽ പൊളിച്ചെഴുത്ത് നടക്കുക. പിന്നാലെ ഇന്ത്യ യുഎസ് വ്യാപാര കരാറിലെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. നിലവിൽ 10% തീരുവയാണ് യുഎസിലേക്കുള്ള കയറ്റുമതിക്ക് ലോകരാജ്യങ്ങൾ നൽകേണ്ടത്. അത് ഉടൻ തന്നെ 15% വർദ്ധിപ്പിക്കുമെന്നാണ് യുഎസ് നിലപാട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വളരുകയാണ്. 2023-24 കാലയളവിൽ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായി മാറി. ടെക്നോളജി, ഔഷധ നിർമ്മാണം, IT സേവനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും വ്യാപാരം നടക്കുന്നത്. ഇരു രാജ്യങ്ങളും സമ്പൂർണ്ണ സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും ചില ഉൽപ്പന്നങ്ങളിലെ കസ്റ്റംസ് നികുതി കുറയ്ക്കൽ, വിപണി പ്രവേശനം വർദ്ധിപ്പിക്കൽ, നിക്ഷേപ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയും ഇന്ത്യൻ IT കമ്പനികൾ അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടം ലഭിക്കുന്നു. കൂടാതെ സെമി കണ്ടക്ടർ, പ്രതിരോധം, ശുദ്ധ ഊർജം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ പുതിയ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉടൻ സാധ്യമാകുമെന്നും എന്നാൽ ഇന്ത്യയെ മറ്റൊരു ചൈനയാകാൻ അനുവദിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോ പറഞ്ഞിരുന്നു. ചൈനയുമായി 20 വർഷം മുമ്പ് ധാരണയിലെത്തിയ വ്യാപാര കരാറിൽ അമേരിക്ക കുറെ പാഠങ്ങൾ പഠിച്ചു. ഇന്ത്യയെ വളരാൻ അനുവദിക്കും, എന്നാൽ അമേരിക്കയുടെ എതിരാളിയാകാൻ അനുവദിക്കില്ല. ഇന്ത്യയുമായുള്ള കരാറിൽ അമേരിക്കൻ താൽപര്യങ്ങളായിരിക്കും മുൻതൂക്കമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ US വ്യാപാര സഹകരണം ശക്തമാകുന്നത് ആഗോള സാമ്പത്തിക രംഗത്തും വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.